ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേക്കുന്നത്, ഈ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. കുറച്ച് നിങ്ങളൊന്ന് ഭയപ്പെടാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു പേടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരാജയം ഉണ്ടായിക്കാണാം. അതിൻ്റെ ആ ഒരു പേടിയായിരിക്കാം. ഇനിയും നിങ്ങളുടെ പ്ലാനിങ് ആരെങ്കിലും മനസ്സിലാക്കി വീണ്ടും നിങ്ങൾക്ക് പരാജയം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ള പേടിയായിരിക്കാം ചിലപ്പോൾ. ഇവിടെ ഇനി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന സമയം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും ദിവസം നിങ്ങൾക്ക് പരാജയം ആയിരുന്നു, എത്ര ചെയ്തിട്ടും പരാജയം. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പരാജയമല്ല, വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ അപ്പോൾ പറയും, ഇല്ല മാം, എനിക്ക് ഒരു രീതിയിലും ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കണ്ടതിന് ശേഷം സമയത്തിൻ്റെ ആ ഒരു പരിവർത്തനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത്രയും ദിവസം സമയം നിങ്ങൾക്ക് ഫേവറായിട്ടല്ല പോയതെങ്കിൽ ഇനി സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. ഇവിടെ നിങ്ങൾ എന്താണോ പദ്ധതി ഇടുന്നത്, ആ ഒരു പദ്ധതി മുന്നോട്ട് പോയിട്ട് വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഡെഫിനറ്റ്ലി അതിനൊരു വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് പദ്ധതിയാണോ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ അടുത്ത് വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട്, കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു കാര്യത്തിന് വേണ്ടി 100% എഫേർട്സ് നിങ്ങളുടേതായിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണോ ആ ഒരു കാര്യം പൂർണ്ണമാകുന്നത് അതുവരെ നിങ്ങൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞ ശേഷമേ നിങ്ങൾ അവിടെ നിന്ന് എണീക്കുകയുള്ളൂ. അത്രമാത്രം ഏകാഗ്രത നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ ബുദ്ധിയിൽ പല പല കാര്യങ്ങളും ഇങ്ങനെ വികസിച്ച് വരും. എൻ്റെ ഈ ഒരു വർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് പ്ലാനിങ്ങോട് കൂടിയാണോ വർക്കിൽ ബെറ്റർ കൊണ്ടുവരാൻ നോക്കുന്നത് അത് യൂസ് ആവുകയും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങളുടെ വർക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിൽ തോന്നും ഇങ്ങനെ ഒരു ഐഡിയ ഇതിൽ യൂസ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഈ ഒരു വർക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്യും, അതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾക്ക് 4-4ൻ്റെ ആ ഒരു എനർജി അടിക്കടി കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു 4-4 എനർജി കാണാൻ കാരണം നിങ്ങളുടെ ബുദ്ധിയിൽ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. ആ ഒരു പ്ലാനിങ് റിലേറ്റഡ് ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നില്ല ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട്. അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ കോൺഫിഡൻ്റ് ഇല്ല. അങ്ങനൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കാര്യം എന്താണോ അതനുസരിച്ച് ഐഡിയാസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അത് റിലേറ്റഡ് ആയിട്ട് ഐഡിയയും നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പേടി, കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ആ ഒരു ഐഡിയ അപ്ലൈ ചെയ്യാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിക്ടറി ലഭിക്കും, ഹാർമണി ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് 4-4-4 നമ്പർ കാണുന്നു അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് അപ്ലൈ ചെയ്യൂ എന്നാണ് ഈശോ നിങ്ങളോട് ഈ ഒരു നമ്പറിലൂടെ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലൊരു ചേഞ്ച് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഐഡിയ ഉണ്ട്, നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ബെറ്റർ ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്ന മാറ്റങ്ങളുടെ സമയമാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിരാശരായിരിക്കേണ്ട സമയമല്ല, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എഫേർട്സ് എടുക്കുക കൂടെ വേണം.
ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളുടെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വിജയിക്കാനുള്ള ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നിയറിൽ അല്ലെങ്കിൽ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കണ്ടതിന് ശേഷമുള്ള 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം അവസാനിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർണ്ണമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഉള്ള 21 ദിവസത്തിനകം. ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ടുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് ദൈവം 21 ദിവസത്തിനുള്ളിൽ സാധിച്ചു തരിക തന്നെ ചെയ്യും. അതായത് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഡിലേ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിലോ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിലോ അതെല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് ഒരു ഡിലേ എല്ലാം മാറി ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നിട്ട് ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം 5555 ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു ഉന്നതി ലഭിക്കാൻ പോകുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറാണത്. വളരെ നല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാവൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും വണ്ടി നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു വണ്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒന്നല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തോ ഒരു വലിയ ട്രാവൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. വലുതല്ല, ചെറിയ ഒരു ട്രാവലാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ചെറുതായാലും ഒരു ട്രാവൽ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ മലകളൊക്കെ ഉള്ള സ്ഥലമില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കണമെന്നാണ് ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, ഓണത്തിന് എവിടെയെങ്കിലും മലകളുള്ള സ്ഥലത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാം എന്നൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ആ ഒരു ട്രാവൽ വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യുക ആ ഒരു ട്രാവൽ നിങ്ങൾ. കാരണം ഇപ്പോൾ അതിന് ശരിയായ ഒരു സമയമല്ല. അതായത് മലകളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ട്രാവൽ ചെയ്ത് വരുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ട് വരൂ, പക്ഷേ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഇപ്പോൾ എടുക്കേണ്ട നല്ല ടൈം അല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് 44 നമ്പർ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഇമ്പോസിബിൾ കാര്യങ്ങൾ പോലും പോസിബിൾ ആകുമെന്ന്. കാരണം 44 നമ്പർ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ നിങ്ങൾ സ്വയം കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി സെക്യൂരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യും, അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദൈവം നിങ്ങളുടെ മുന്നിൽ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് അയക്കുക എന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ നമ്പറിൻ്റെ അർത്ഥം ഫീലാക്കുക. നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട, ആ നമ്പർ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അർത്ഥം ഫീലാക്കൂ എന്ന് യേശു നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കാണുന്നു. റീഡിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യവും ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തായാലും ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യൂ. ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ ഇതൊരു വലിയ ട്രാൻസ്ഫർമേഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി കോൺഫിഡൻറ്റോടുകൂടി അവരുടെ ലൈഫ് ജീവിക്കുന്ന അങ്ങനൊരു ട്രാൻസ്ഫർമേഷനാണ് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതായിട്ട് വളരെ നല്ലൊരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിൽ വളരെയധികം പ്രൈഡ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ നോളജ് കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് വരാൻ പോകുന്ന സമയം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആ ഒരു നോളജ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ആയിരിക്കത്തില്ല, അല്ലാത്ത കാര്യങ്ങളുടെയും അറിവ് നിങ്ങൾ സമ്പാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. അതായത് സ്വയം അപ്ഡേറ്റ് ആവുക, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ലൈഫ് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളുടെയും അറിവ് എനിക്ക് സമ്പാദിക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുടെ കുറിച്ചുള്ള നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾ പുസ്തകം വായിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിഗ്രി എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ കൊള്ളാം അങ്ങനെയൊക്കെ തോന്നൽ വന്ന് നിങ്ങൾ അത് ജോയിൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ബുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം.
ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം. കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് മാറ്റുന്നത് സംബന്ധിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും വരാൻ പോകുന്ന സമയം. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ പേടി കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള പേടിയാണെന്ന് എനിക്കറിയത്തില്ല. ആദ്യം ആ പേടി മാറ്റുക നിങ്ങൾ. ഇവിടെ ചില ആൾക്കാർ ഒരു കാര്യവുമില്ലാതെ പേടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും ഒരു പ്രകാശം നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലുണ്ട്. എന്നിട്ടും നിങ്ങൾ അന്ധകാരത്തിനെ പേടിക്കുകയാണ്. അതായത് ഒരു 100 ക്യാൻഡിൽ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ച് വച്ചേക്കാണ്. എന്നിട്ടും നിങ്ങൾ അന്ധകാരത്തെ ഭയക്കുന്നു. അതാണ് നിങ്ങൾ ആദ്യം കളയേണ്ടത്. ഇവിടെ ഈ ഒരു പേടിക്ക് നിങ്ങളുടെ വാസ്തവമായിട്ടുള്ള ലൈഫുമായിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾ ആ പേടിയെ പേടിക്കുന്നു. അത് മാറ്റൂ നിങ്ങൾ. ഇവിടെ ഈ പേടിയെ നിങ്ങൾ ആദ്യം റൂമിൻ്റെ പുറത്ത് കളയുക. മൂണിൻ്റെ ആ ഒരു എനർജിയാണ് പേടിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മൂൺ നിങ്ങളുടെ വീട്ടിന് പുറത്താണ് ഉള്ളത്, വീട്ടിൻ്റെ അകത്ത് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തിന് ആവശ്യമില്ല മൂണിനെ പേടിക്കണം? അതായത് മൂണിൻ്റെ എനർജിയാണ് പേടിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്, അന്ധകാരത്തെ പേടിക്കരുത്. എപ്പോഴും നിങ്ങളുടെ ചുറ്റിലും സൂര്യപ്രകാശമുണ്ട്. സൂര്യപ്രകാശം നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ സേഫ്റ്റി ദൈവം നേരത്തെ തന്നെ വച്ചിരിക്കുകയാണ്. പിന്നെ എന്തിന് നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കണം? എല്ലാ രീതിയിലും നിങ്ങൾ സേഫും സെക്യൂറും ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഉണ്ടാവാൻ പോയാണ്. കാരണം നിങ്ങളുടെ നല്ല കർമ്മ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ സ്വഭാവവും ദൈവത്തിൻ്റെ മുമ്പിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്, നിങ്ങളുടെ പ്രവൃത്തിയും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വളരെയധികം പെട്ടെന്ന് തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. ഇനി നിങ്ങൾക്ക് 222 നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. പക്ഷികളുടെ ബേഡ്സിൻ്റെ ജോഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നതിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യത്തിലും ആവശ്യമില്ലാതെ ഗിൽറ്റിൽ വരേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്കും അറിയാം, നിങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഗിൽറ്റ് വരുത്തേണ്. അത് വേണ്ട എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. അതായത് ഒരാവശ്യമില്ല അവിടെ ഗിൽറ്റ് വരുത്തേണ്ട, എന്നിട്ടും നിങ്ങൾ ഗിൽറ്റ് കൊണ്ടുവരുന്നു. ഇവിടെ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാതെ നിങ്ങൾ പേടിക്കുന്നു. അതായത് എവിടെയാണോ പേടിക്കേണ്ട ആവശ്യമില്ലാത്തത് അവിടെ നിങ്ങൾ പേടിക്കുന്നു. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് പ്രഷർ നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ ഒരു ഗോൾഡൻ ടൈമാണ് നിങ്ങളുടേത്. അതായത് സന്തോഷം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ കംബാക്ക് ആയിട്ടുള്ള സമയമാണ്. അതായത് ഈ ലോകത്തിലുള്ളവർ നിങ്ങളെ ബാക്കിലോട്ട് വലിച്ചുവെങ്കിൽ ഇനി നിങ്ങളുടെ ഒരു കംബാക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ലോകത്തിലുള്ള ആൾക്കാർ നിങ്ങളെ തള്ളി പിറകിലോട്ടാക്കിയെങ്കിൽ ഇനി നിങ്ങളുടെ കംബാക്ക് അവരെ എല്ലാം ആശ്ചര്യചകിതരാക്കുന്നതാണ്. നിങ്ങളുടെ ആക്ഷനിലൂടെ തന്നെ, നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിൽ കൂടെ തന്നെ നിങ്ങൾ സക്സസ് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്താണ് ഇവരെ നിന്ന് ഇങ്ങനൊരു ഉദ്ദേശം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇവരെങ്ങനെ ഇത്ര വിജയിച്ചു, അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ റിലേറ്റഡായിട്ട്. അതായത് ആൾക്കാർ വിചാരിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടാവുകയും നിങ്ങളുടെ ആ ഒരു ലൈഫ് കണ്ട് അവർ ആശ്ചര്യചകിതരാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്കറിയാം നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന്. പക്ഷേ സമയം നിങ്ങളെ കൊണ്ട് ഇങ്ങനൊരു വലിയ ആക്ഷൻ എടുപ്പിക്കും. നിങ്ങളുടെ ആ ഒരു കംബാക്ക് എല്ലാവരും കാണുകയും ചെയ്യുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഐഡിയ വരികയാണ്, എനിക്ക് ഈ രീതിയിൽ എൻ്റെ വർക്കിൽ അപ്ലൈ ചെയ്താൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഐഡിയ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ബുദ്ധിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു മെസ്സേജിന് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അതിനെ കാണാതെ പോകരുത്, അപ്ലൈ ചെയ്യുക. ഇനി അവിടെയും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. എന്നിട്ട് എന്ത് ആൻസർ ഞാൻ ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുക ഈശോനോട്. അപ്പോൾ ഈശോൻ വീണ്ടും ഇത് തന്നെ പറയുന്നെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ വെൽതി ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ നല്ലതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഇത്രയും സന്തോഷം കൊണ്ടു തരുമെന്ന്, ഇങ്ങനെ നല്ലൊരു അടിപൊളി ലൈഫ് നിങ്ങൾ ജീവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പണ്ഡിതൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന സമയം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കാശ് വരുമെന്ന്.
ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ കാശ് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ദിവസങ്ങൾക്കുള്ളിട്ട് മണിയുടെ, അതായത് ഇത് പൈസ, കോയിൻസ്, അതിൽ കുബേരഭവൻ, ലക്ഷ്മി ദേവി, അത് റിലേറ്റഡായിട്ടുള്ള വീഡിയോസുക്കുള്ളിട്ട് പോപ്പപ്പായി വരുന്നുണ്ടാകും. അവർ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ എന്തായാലും 2-3 പോയിൻ്റ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് പൈതൃകമായി കിട്ടുന്ന സമ്പത്തോ എന്തോ ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സമയം പറയുന്നത് നിങ്ങൾ സ്വന്തം പ്രയത്നത്താൽ, നിങ്ങളുടെ സ്വന്തം ബലത്താൽ നിങ്ങൾ ലൈഫിൽ വിജയിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഐഡിയ അപ്ലൈ ചെയ്ത് അതിൽ സക്സസ് കൊണ്ടുവന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന അങ്ങനെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വെറുതെ പ്ലാനിങ് ചെയ്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ട് പോവേണ്ടത് നിങ്ങളാണ് അതിന് വേണ്ടിയുള്ള കാൽവയ്പ് ചെയ്യേണ്ട ആൾക്കാർ. കാരണം നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അപ്ലൈ ചെയ്യുന്നില്ല. അത് തെറ്റായ കാര്യമാണ്. അതാണ് ദൈവം പറയുന്നത്, അപ്ലൈ ചെയ്യാൻ. ഇത് നിങ്ങൾ പദ്ധതികളും യോജനകളും ബുദ്ധിയിൽ വച്ചുകൊണ്ടിരിക്കാതെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കംബാക്ക് ഈ ലോകം കാണാനിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു സമയമെന്ന് പറയുന്നത് വെറുതെ മോശമാക്കി കളയാനുള്ളതല്ല. ഈ ഒരു സമയം ഗോൾഡൻ സമയമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഒരിക്കലും ഒരു തിടുക്കം അരുത്. അതായത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കുക, അങ്ങനെയൊന്നും അരുത്. ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈശ്വരനോട് ചോദിക്കുക, ഞാൻ ചെയ്യുന്ന ആക്ഷൻ ശരിയാണോ തെറ്റാണോ. അപ്പോൾ ഈശ്വരൻ എന്താണ്, യെസ് ഓർ നോ പറയുമ്പോൾ യെസ് ആണ് ഈശ്വരൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിൽ ഇൻറ്റ്യൂഷൻ തോന്നുന്നെങ്കിൽ ആക്ഷൻ എടുക്കുക, അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ ഒരു ബാലൻസ് ഊർജ്ജം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം, ഒരു സന്തുലിതമായിട്ടുള്ള ഊർജ്ജം. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. ആ ഒരു പ്ലാനിങ്ങിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക, അപ്ലൈ ചെയ്യുക എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഈ റീഡിങ് ഫുള്ള് അത് തന്നെയാണ് പറയുന്നത് നിങ്ങളോട്. ഇവിടെ ആരാണോ നിങ്ങളുടെ പ്ലാനിങ് എല്ലാം വിഫലമാക്കാൻ നോക്കിയത്, വീണ്ടും വിഫലമാക്കാൻ നോക്കിയത്, അവരെ ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യം ഈശ്വരൻ നോക്കിക്കോളുമെന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിലുള്ളത് നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോവത്തില്ല. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ എനിക്കറിയാം ചില ആൾക്കാരുണ്ട്, നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി പൈസയുടെ ആധാരത്തിൽ അവർ പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. കാരണം അവർ നിങ്ങളുടെ വിജയത്തിൽ എന്താണ് തടസ്സം സൃഷ്ടിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത് അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇവിടെ അവർ എത്ര തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ ആ ഒരു എനർജിയിൽ വരുന്നതാണ്. കാരണം നിങ്ങളുടെ ഭാഗ്യത്തിൽ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ ആ ഒരു എനർജിയാണുള്ളത്. അപ്പോൾ ആര് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് പക്ഷാപാതം കാണിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അവർ നിങ്ങളെ വളരെ മോശം രീതിയിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലും ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളിൽ വിശ്വസിക്കുക ആദ്യം. ഇവിടെ ചില ആൾക്കാർ അവരുടെ അഹങ്കാരം നിങ്ങളോട് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ മുന്നിൽ നിങ്ങൾ വെറും ഒരു ശൂന്യമാണ്, സീറോ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്നും അതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ വിചാരിക്കട്ടെ. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടോ ഇല്ലേ എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൺമുന്നിൽ നിങ്ങൾ ഹീറോ ആവണ്ട, സീറോ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം അവരും വിചാരിക്കുമല്ലോ നിങ്ങൾ സീറോ ആണെന്ന്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഹീറോ ആണ്, അത് മാത്രം മതി. ഒരു രത്നത്തിന് എത്രമാത്രം മൂല്യമുണ്ടെന്ന് ആ രത്നത്തിനറിയാം, പക്ഷേ അത് ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ അറിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കറിയാം, അത് മാത്രം മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.